നമസ്കാരം സുഹൃത്തുക്കളെ, SCERT ഇമ്പോർട്ടന്റ് ഏരിയയുടെ എക്കണോമിക്സിലെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ, താഴെ ഒന്ന് കമന്റും കൂടി ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത്. നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നത് ഏത്, വരാത്തത് ഏതെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തരാറുണ്ട്. അതിൽ നോക്കൂ, സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് അല്ലേ. ഇതിന്റെ പദസൂര്യൻ തന്നിട്ടുണ്ട്. ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ 4 എണ്ണം വരുന്നുണ്ട്. 1 ഏതാണ്? തുല്യത. 2 ഏതാണ്? വളർച്ച. 3 സ്വാശ്രയത്വം. 4 ആധുനികവൽക്കരണം. പഠിക്കണേ, ഈ 4 എണ്ണം എടുത്ത് പഠിക്കണം. തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇതൊക്കെ എന്താണ്? സാമ്പത്തിക ആസൂത്രണത്തിന്റെ 4 ലക്ഷ്യങ്ങളാണ്. അതില് നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് വളർച്ച എന്ന് പറയുന്നത്? രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. രാജ്യത്തെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തെ ആണെങ്കിലും മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച. സമ്പദ്ഘടനയിലെ പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നീ മേഖലകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. കഴിഞ്ഞ ഒരു 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രാഥമിക മേഖലയെ കുറിച്ചിട്ടും ദ്വിതീയ മേഖലയെ കുറിച്ചിട്ടും തൃതീയ മേഖലയുടെയും പ്രാധാന്യം. ഈ മേഖലകളിലെ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വളർച്ച, നമ്മൾ അത് അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീപ്പായിട്ട് പഠിച്ചതാണ്. ഒരു സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത് പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും തൃതീയ മേഖലയിലെയും വളർച്ച അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ. കാർഷിക, വ്യാവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ്, കാർഷിക പറയുമ്പോൾ പ്രാഥമിക മേഖല, വ്യാവസായിക മേഖല പറയുമ്പോൾ ദ്വിതീയ മേഖല, അതിലെ ഉൽപാദന വർധനവ്. അതുപോലെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജ ഉൽപാദനം, കയറ്റുമതി മുതലായവയിലുള്ള വർധനവ് തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടും. രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ 4 എണ്ണം പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്വാശ്രയത്വവും ആധുനികവൽക്കരണവും വളർച്ചയും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ അതിലെ വളർച്ചയുടെ പ്രാധാന്യം എന്താണെന്ന് പഠിച്ചല്ലോ. ഒരു സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും തൃതീയ മേഖലയിലെയും വളർച്ചയെ മേഖലകളുടെ ഉൽപാദന വർധനവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് ആധുനികവൽക്കരണം. കണ്ടോ, കഴിഞ്ഞ കാലത്ത് അല്ലെ, പണ്ട് കാലത്ത് എങ്ങനെയാണ് കാള ഉപയോഗിച്ചിട്ടാണ് നിലം ഉഴുതിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷെ എന്തായി, ഇന്നതൊരു ട്രാക്ടർ വെച്ചിട്ടാണ് നിലം ഉഴുതുന്നത് അല്ലെ. അത് എന്തായി, ഒരു ആധുനിക കാലഘട്ടത്തിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ് അല്ലെ, നേട്ടം തന്നെയാണ്. അപ്പൊ 1ാമത്തെ ചിത്രത്തിലെ കൃഷിരീതിയും 2ാമത്തെ കൃഷിരീതിയും തമ്മിൽ താരതമ്യമുണ്ട് അല്ലെ. ഇതിനാവുമ്പോൾ നമുക്ക് എന്താണ്, കൂടുതൽ സമയം വേണം. പക്ഷെ ഇവിടെ ആവുമ്പോ കുറച്ച് സമയം മതി അല്ലെ. അതുപോലെ ഇവിടെ മനുഷ്യന്റെ പ്രയത്നമാണ്, ഇവിടെയോ യന്ത്രത്തിന്റെ ഉപയോഗമാണ് അല്ലെ. ഇതാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അതുപോലെ അധ്വാന ഭാരം അല്ലെ, ഒരു മനുഷ്യൻ ഒരു കാളെ ഉപയോഗിച്ചിട്ട് നിലം ഉഴുതുന്ന സമയത്ത് അധ്വാന ഭാരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. പക്ഷെ മെഷീൻ ആവുമ്പോഴോ ഇല്ല, കമ്മിയാവും. യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉൽപാദന വർധനവിനും മനുഷ്യ പ്രയത്നത്തിന്റെ ലഘൂകരണത്തിനും കാരണമായി അല്ലെ. ഇന്നൊരു കൊയ്ത്ത് എന്ന് പറയുന്ന സമയത്ത് തന്നെ കൊയ്യുന്ന മെഷീൻ വെച്ചിട്ടാണ് അല്ലെ. പക്ഷെ പണ്ടോ ഓരോരുത്തരും അല്ലെ ഇത്ര പേര് ഇറങ്ങി അത് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞ് ഒരുപാട് ടൈം ആവും. പക്ഷെ ഇന്ന് നമുക്കറിയാം, എന്താ പാടത്ത് വണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി ഇറങ്ങി കൊയ്തു വീടെത്തി അല്ലെ. രാവിലെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഉച്ചയാകുമ്പോഴേക്കും വീട്ടിൽ നെല്ലെത്തി അല്ലെ. അതാണ് ആധുനിക വൽക്കരണത്തിന്റെ നേട്ടം എന്ന് പറയുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം. ശ്രദ്ധിച്ചോ കേട്ടോ, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ്. ആധുനികവൽക്കരണം ചരക്കു നീക്കവും യാത്രയും എന്താക്കി, വേഗത്തിലാക്കി അല്ലേ. ഇപ്പൊ ട്രെയിൻ ആണെങ്കിലും എയറോപ്ലെയിനിലാണെങ്കിലും നമ്മുടെ പാസഞ്ചർ വണ്ടികളാണെങ്കിലും ഒക്കെ അല്ലെ. അതൊക്കെ ആദ്യകാലത്ത് ചെറുപ്പകാലത്ത് അല്ലെ എന്താണ്, കാളവണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴോ അങ്ങനെയാണോ? അല്ല. ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ചുവടുവെപ്പില്
പുതിയ പുതിയ യന്ത്രങ്ങൾ വന്നു അല്ലേ? അതുകൊണ്ട് എന്തായി? യാത്രകളൊക്കെ വേഗത്തിലാക്കി, സമയലാഭം, അതുപോലെ സാമ്പത്തിക നേട്ടം ഒക്കെ ഉണ്ടാക്കി. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിക്കുന്നതിനും ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ? ഇപ്പൊ അറിയാം നമുക്ക് ഈ ഗവർണൻസ് എന്നതാണ് അല്ലേ? നമ്മൾ പോയിട്ടൊക്കെ അപേക്ഷ കടലാസിൽ എഴുതി പൂരിപ്പിച്ചു കൊടുക്കണോ? ഇല്ല അല്ലെ? എല്ലാം ഇന്റർനെറ്റിന്റെ സഹായം, ഈ ഗവർണൻസ് എന്ന സംവിധാനം അല്ലെ എവിടെ സർക്കാർ മേഖലകളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആധുനികവൽക്കരണം നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണ്. എന്തൊക്കെ വരും അതില്? സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയവയൊക്കെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇനി എന്താണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്? സ്വന്തമായിട്ട് തന്നെ അല്ലെ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ. നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ അടുക്കളത്തോട്ടമുണ്ടോ? ചെറിയ തോതിലെങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് പച്ചക്കറിയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരില്ല അല്ലെ? ഒരു 2 പച്ചമുളകിന്റെ തോട്ടമുണ്ട് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ പച്ചമുളക് വാങ്ങിക്കാൻ പോണോ? വേണ്ട. മറ്റുള്ളവരെ ആശ്രയിക്കണോ? വേണ്ട. വേഗം പോയി നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കാം അല്ലെ? സാമ്പത്തിക ലാഭവും മനുഷ്യ വിഭവശേഷിയുടെ പ്രയോജനപ്പെടുത്തലും ഇതിലൂടെ സാധ്യമാകുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾക്കായിട്ടുള്ള വിദേശ ആശ്രയത്വം കൂടുതൽ ദാരിദ്ര്യത്തിന് കാരണമായി അല്ലെ? അന്ന് ഭക്ഷണങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് എന്താണ്? വിദേശ രാജ്യങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടിയാലേ കിട്ടിയുള്ളൂ അല്ലേ? പക്ഷെ അതുകൊണ്ട് എന്തായി? ഇവിടെ ദാരിദ്ര്യമായി. ലഭ്യമായ ആ സമയത്തൊക്കെയാണ് MS സ്വാമിനാഥന്റെ ഹരിത വിപ്ലവം ഒക്കെ കൊണ്ടുവരുന്നത്. നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് സാധിച്ചിട്ടുണ്ട്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും എന്ത് ചെയ്തു? സ്വയം പര്യാപ്തത നേടാൻ കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും, കൃഷി എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖലയിലും അതുപോലെ വ്യവസായം ദ്വിതീയ മേഖലയിലും സേവന മേഖല തൃതീയ മേഖലയിലും ഒക്കെ സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത്. അതായത് ഇന്ത്യ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ എന്ത് ചെയ്യണം? അത് ഉപയോഗപ്പെടുത്തണം. അപ്പൊ സ്വാശ്രയത്വം അല്ലെ അവിടെ ലക്ഷ്യമിടുകയാണ്. അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജ്ജ ഉൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാകും. ഇനി എന്താണ് തുല്യത എന്ന് പറയുന്നത്? തുല്യത നോക്കൂ, ആഹാരത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും സാക്ഷരതയിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ തുല്യതയുണ്ട് അല്ലെ? നോക്കൂ, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം അല്ലെ? എല്ലാ പൗരന്മാർക്കും എന്താണ്? ആഹാരം തുല്യമായിരിക്കണം, വസ്ത്രം തുല്യതായിരിക്കണം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം എല്ലാവർക്കും. അല്ലാണ്ട് കുറച്ചു ഭാഗങ്ങൾക്ക് മാത്രം വിദ്യാഭ്യാസം, കുറച്ചു ഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, കുറച്ചു പേർക്ക് മാത്രം, അങ്ങനെയല്ല, എല്ലാവർക്കും തുല്യത അവിടെ വേണമെന്നാണ് പറയുന്നത്. വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ തുല്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് അല്ലെ? വളർച്ച നമ്മൾ പറഞ്ഞു, സാമ്പത്തിക ആസൂത്രണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യത എന്ന് പറഞ്ഞത് അല്ലെ? അപ്പോ ഈ വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവിടെ തുല്യത ഉറപ്പാക്കിയാൽ മാത്രമാണ് ഈ 3 കാര്യങ്ങളും അവിടെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ 4 ലക്ഷ്യങ്ങളാണ് പഠിച്ചു വെക്കണം. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ് തന്നിരിക്കുന്നതിൽ, താഴെ തന്നിട്ടുള്ളതിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വളർച്ചയും ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യത ഒക്കെയാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. കൂട്ടുകാർ തീർച്ചയായിട്ടും 1 മിനിറ്റ് സമയം താഴെ കമന്റ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡീപ്പായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ കുറേ ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ കമന്റ് ഒന്നും താഴെ വരാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് മുൻഗണന കൊടുക്കാതിരുന്നത്. ഇപ്പൊ എക്കണോമിക്സിൽ നിന്ന് തന്നെ ഉദാഹരണം പറയുകയാണ്. എക്കണോമിക്സിൽ നിന്ന് തന്നെ ഇപ്പൊ എക്കണോമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എക്കണോമിക്സിൽ നിന്നും എന്താണ് ഇപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക അല്ലെ? ആ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ട് ആ ടോപ്പിക്ക് എന്താണോ ചോദിച്ചിരിക്കുന്നത്, ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണോ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ആ ടോപ്പിക്ക് നമ്മൾ അവിടെ വിശദമായി പഠിച്ച് അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് അതിന് ടോപ്പിക്കിനെ കുറിച്ച് വിശദമായി പഠിച്ച് അങ്ങനെ നമുക്ക് ഓരോരോ ടോപ്പിക്കും, ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഭരണ സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ തരുകയാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, നമുക്ക് എക്കണോമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതുപോലെ ജോഗ്രഫിയിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, നല്ല രീതിയാണ് കേട്ടോ. കാരണം എനിക്കൊക്കെ 100% എഫക്റ്റ് ആയതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് നന്നായിട്ട് നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. നെഗറ്റീവ് കുറച്ചാൽ തന്നെ നമ്മൾ ലിസ്റ്റ് പെട്ടു, അത് 100%
ശതമാനമായിട്ടുള്ള സത്യമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കൂട്ടുകാർ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും പോകാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് OI ആണെങ്കിലും ലാബ് അസിസ്റ്റന്റ് ആണെങ്കിലും ഇനി അഥവാ ബൈ ചാൻസ് പ്രിലിംസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ASM വരുന്നുണ്ട്, പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം വർക്കൗട്ട് ചെയ്തു പോയാൽ സുഖസുന്ദരമായിട്ട് ASM അതുപോലെ സെക്രട്ടേറിയറ്റ് OI ഒക്കെ നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ലക്ഷ്യം കൈവരിക്കും. അത് ഞാൻ വെറുതെ യൂട്യൂബിൽ വന്നിട്ട് വെറുതെ ബെഡായി വിടുന്നതല്ല, അത് സത്യസന്ധമായ കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അത് 100% നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. കൂടെ നിൽക്കുക. അതുപോലെ തന്നെ ഇനി കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ്, വില്ലേജ് ഫീൽഡ് ഓഫീസ്, VFA ഇതൊക്കെ വരുന്നുണ്ട്. നമുക്ക് VO ഒക്കെ വരുന്നുണ്ട്. മനസ്സിലായി? എക്സാമുകൾ 25 ലാസ്റ്റോട് കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പം നല്ല രീതിയിൽ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ കൂടെ ഞാനും ഉണ്ടാകും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.